വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ മിശിഹായിൽ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി പ്രോഗ്രാമിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ശാന്തമായിരുന്ന് ദൈവത്തിൻ്റെ വചനത്തിനായി കാതോർക്കാം, ഹൃദയം തുറക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളിതാ തിരുമുമ്പിൽ ഇപ്പോൾ ആയിരിക്കുന്നു. വചനത്തിൻ്റെ അഭിഷേകത്തിനായി, വചനത്തിൻ്റെ അഗ്നി പെയ്തിറങ്ങി വിടുതൽ പ്രാപിക്കുന്നതിനായി, സൗഖ്യം പ്രാപിക്കുന്നതിനായി, രക്ഷ പ്രാപിക്കുന്നതിനായി, കൃപയാൽ നിറയുന്നതിനായി ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ. നാഥ, ഇതാ ഞാൻ, എന്നെ അനുഗ്രഹിച്ചാൽ. ഈ നിമിഷങ്ങളിൽ വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, എൻ്റെ അധരങ്ങളിലൂടെ നിൻ്റെ വചനത്തിൻ്റെ അഗ്നി പെയ്തിറങ്ങി ഈ മക്കളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാൻ അത് പ്രാപ്തമാകട്ടെ. ശക്തിപ്പെടുത്താൻ, കൃപയാൽ നിറയ്ക്കാൻ ഇടയാകട്ടെ. പരിശുദ്ധ അമ്മേ, വചനം മാംസം ധരിപ്പിച്ച അമ്മ, തിരുവചനം ഈ മക്കളുടെ ഹൃദയങ്ങളിൽ മാംസം ധരിപ്പിക്കുവാൻ മധ്യസ്ഥയാകുന്നു. സകല വിശുദ്ധരെ മാലാഖമാരെ സുവിശേഷാനുസൃതമായി ജീവിച്ച് ദൈവമഹത്വം നേടിയ നിങ്ങളുടെ പാതയിലൂടെ ഞങ്ങളും ദൈവമഹത്വത്തിൽ പങ്കാളികളാകും. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം സഹനങ്ങളുടെ പിന്നിലെ ദൈവീക പദ്ധതി എന്നതാണ്. സഹനങ്ങളുടെ പിന്നിലെ ദൈവീക പദ്ധതി എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് സഹനങ്ങളിൽ പഴി പറയുന്നതിൻ്റെ കാരണം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസർ രോഗബാധിതനായി എന്ന വിവരം കേട്ടപ്പോൾ യേശു പറഞ്ഞ മറുപടിയിലൂടെ ഒന്നാമത്തെ കാര്യം വ്യക്തമാക്കുകയാണ്.
ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി മനുഷ്യപുത്രൻ മഹത്വം പ്രാപിക്കേണ്ടതിനും അത്രേ. ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി മനുഷ്യപുത്രൻ മഹത്വം പ്രാപിക്കേണ്ടതിനുമാണ്. രണ്ടാമത്തെ കാര്യം ഈശോ തന്നെ പറയുകയാണ്, ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ നൽകുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. അനേകരുടെ മോചനദ്രവ്യമായി തൻ്റെ ജീവൻ നൽകാൻ മനുഷ്യപുത്രൻ വന്നതുപോലെ അനേകർക്ക് വേണ്ടിയാണ്, അനേകരുടെ മോചനത്തിന് വേണ്ടിയാണ് സഹനം അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ശിക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ജീവിതങ്ങളെ നന്മയിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്കും ചേർത്ത് നിർത്താൻ ആത്മവിശുദ്ധീകരണത്തിനായിട്ടാണ് ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ദൈവം ഒരിക്കലും മനുഷ്യൻ്റെ സഹനത്തിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല. ദൈവം തൻ്റെ പദ്ധതിയുടെ ഭാഗമായി മനുഷ്യന് സഹനങ്ങൾ അനുവദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ദൈവമല്ല സഹനങ്ങൾ നൽകുന്നത്. എന്നാൽ അനുവദിക്കപ്പെടുന്ന സഹനങ്ങളിൽ ഭഗ്നാശരാകാതെ, നഷ്ടധൈര്യരാകാതെ, ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ആ പദ്ധതിയോട് ചേർന്ന് നിന്ന് സഹകരിക്കാൻ മനസ്സുള്ളവരായി നമ്മൾ മാറുമ്പോൾ യേശുവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ സഹനങ്ങളെല്ലാം കൃപകളായി മാറും. വചനത്തിൽ നാം പഠിക്കുന്ന പാഠങ്ങൾക്കനുസൃതമായ ഒരു ഗാനം നമുക്ക് ആലപിക്കാറുണ്ടല്ലോ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ, സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. സഹനങ്ങളെ കൃപകളാക്കൂ, അതിനായി യേശുവിൻ്റെ കുരിശിലേക്ക് കൊടുക്കൂ. ഈശോ ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കിയില്ലേ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ സഹനത്തെ അനേകരുടെ മോചന ദ്രവ്യമാക്കി ദൈവത്തിൻ്റെ മഹത്വത്തിനായി, മനുഷ്യപുത്രൻ്റെ മഹത്വപ്പെടലിനായി കാരണമാക്കിയെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്നതും ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുകയാണ്, അന്ധനായൊരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? പലപ്പോഴും സഹനങ്ങളുടെ കാരണം തേടിപ്പോകുന്ന മനുഷ്യ, കർത്താവ് നിനക്ക് മറുപടി തരുന്നു. നീ ഇതിൻ്റെ കാരണം തേടിയല്ല പോകേണ്ടത്, ഇതിലൂടെയുള്ള ലക്ഷ്യം എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം തേടൽ നിർത്തിയിട്ട് ഇതിലൂടെ ദൈവം വിഭാവനം ചെയ്യുന്ന ലക്ഷ്യം എന്താണ്, നന്മ എന്താണെന്ന് തിരിച്ചറിയുക. ഈശോ മറുപടി പറഞ്ഞു, ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകണം, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. ജോബ് പറഞ്ഞില്ലേ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവനാമം മഹത്വത്തിനായി എൻ്റെ വേദനയെ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ കഴിയണം. സ്തേഫാനോസ് കോപാക്രാന്തരായി ശത്രുക്കൾ അവനെതിരെ പാഞ്ഞു വരുമ്പോൾ, പല്ല് കടിച്ചു കൊണ്ടുവരുന്ന ശത്രുക്കളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. അപ്പോഴാണ് അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ വിളങ്ങിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനത്തിൻ്റെ നെരിപ്പോടുകളിലൂടെ കടന്നു പോകുമ്പോൾ, ചുറ്റും കോപാക്രാന്തരായി ശത്രുക്കൾ കടന്നു വരുമ്പോൾ, വേദനകളും രോഗങ്ങളും ദുരിതങ്ങളും ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ ജീവിതത്തെ വേട്ടയാടുമ്പോൾ, നോക്കണം നീ സ്വർഗത്തിലേക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് കാണാൻ കഴിയും.
ആ മഹത്വം നീ കാണുമ്പോൾ നിന്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പ്രശോഭിക്കുമെന്നാണ് സ്തെഫാനോസിന്റെ ജീവിത അനുഭവത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിത സഹനങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ സ്വർഗത്തിലേക്ക് നോക്കണം, സ്വർഗത്തോട് ചോദിക്കണം, സ്വർഗത്തിൻ്റെ ആലോചന അറിയണം. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുവിൻ. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ദൈവം ക്രിസ്തുവിലൂടെ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ സഹനത്തിലൂടെ, അല്പകാലത്തെ സഹനത്തിലൂടെ പൂർണ്ണതയിലേക്ക്, സ്ഥിരീകരണത്തിലേക്ക്, ശക്തീകരണത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുകയാണ്. വീണ്ടും പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ, പീഡകളിൽ പങ്കാളികളാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഇപ്പോൾ സഹനത്തിൽ നീ ആഹ്ലാദിച്ചാൽ, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അതിനെ കൊടുത്താൽ, അത്യധികമായി ആഹ്ലാദിക്കാനുള്ള അവസരമാണ് ദൈവം നിനക്കായി നീട്ടിത്തരുന്നത് എന്ന് പ്രിയപ്പെട്ട ദൈവമകനെ, ദൈവമകളെ, നീ മനസ്സിലാക്കട്ടെ. സഹനത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന 1-ാമത്തെ പദ്ധതി അതാണ്. നിന്റെ സഹനം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി ഹല്ലേലൂയ പാടുമെന്ന് പറയണം. നീ അവിടെയാണ് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ കൃപ അപ്പോഴാണ് നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നത്. ഇതിന് സാധിക്കണമെങ്കിൽ നിന്റെ ഉള്ളിലെ വിശ്വാസം അത് ദൃഢപ്പെട്ടതാണ്. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എൻ്റെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്. അവൻ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവമറിയാതെ സംഭവിക്കായികയാൽ ദൈവത്തിന് ഇതിലൂടെ ഒരു ക്ഷേമത്തിൻ്റെ, നന്മയുടെ പദ്ധതിയുണ്ട്. അതെൻ്റെ നാശത്തിനുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്നവന് മാത്രമേ ഇത് ദൈവമഹത്വത്തിനായി സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനത്തിൻ്റെ പിന്നിലെ 2-ാമത്തെ ദൈവിക പദ്ധതി അത് അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സഹനത്തെ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് ഈശോ അരുളി ചെയ്തത്. അനേകരുടെ മോചന ദ്രവ്യമായി സ്വന്തം ജീവൻ ബലി കഴിക്കാൻ വന്ന പുത്രൻ തമ്പുരാൻ നമ്മെയും വിളിക്കുകയാണ്. തൻ്റെ ശരീരത്തിലെ പീഡകളുടെ കുറവ് നികത്താൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നാം ശ്രദ്ധിക്കണം. ഈശോ മിശിഹായുടെ ശരീരത്തിലെ പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുകയാണ്. യേശുവിൻ്റെ പീഡാസഹനങ്ങൾ അപൂർണമാണ് എന്നല്ല ഇതിൻ്റെ അർത്ഥം. യേശുവിൻ്റെ സഹനത്തിൽ ഞാനും പങ്കാളിയായി യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് ഞാനും പ്രവേശിക്കുകയാണ്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്തു പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ആത്മാവിനെ നേടുക എന്ന് പറഞ്ഞാൽ അനേകരെ നേടുക എന്നാണ് അർത്ഥം.
അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നേടിയവരാണ് വിശുദ്ധാത്മാക്കളെല്ലാം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, തുരുമ്പോ കീടങ്ങളോ നശിപ്പിക്കാത്ത സ്വർഗീയ നിക്ഷേപം കരുതി വെക്കാൻ. സ്വർഗത്തിലെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താ? പണവും പ്രതാപവും നേട്ടങ്ങളും സാമ്പത്തികമായും ഭൗതികമായുമുള്ള ഉന്നതി ഒന്നുമല്ല, ആത്മാക്കളാണ്. എൻ്റെ സഹനത്തിലൂടെ അനേകം ആത്മാക്കളെ നേടാൻ ദൈവം എന്നെ വിളിക്കുകയാണ്. കൊച്ചുത്രേസ്യ പുണ്യവതി അഖില ലോക മിഷൻ മധ്യസ്ഥയായി മാറിയത് എങ്ങനെയാ? തൻ്റെ ഓരോ സഹനവും അനേകരുടെ മോചനത്തിനായി കാഴ്ചവെച്ചതുകൊണ്ട്. അൽഫോൻസാമ സഹനത്തിൻ്റെ പുത്രി, അവളുടെ വേദനകളെ അനേകരുടെ നന്മയ്ക്കായി, കൃപയ്ക്കായി, അനുഗ്രഹത്തിനായി, രക്ഷയ്ക്കായി സമർപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധയായത്. അവൾക്ക് മുമ്പേ അനേകം ആത്മാക്കളെ അവൾ സ്വർഗത്തിലെത്തിച്ചു. അവൾ സമ്പന്നയായി മാറി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെയും ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്: നിന്റെ വേദനകൾ നീ പാഴാക്കി കളയരുത്, നിന്റെ സഹനങ്ങളെ നീ പാഴാക്കരുത്. അനേകർക്കു വേണ്ടി, അനേകരുടെ മോചനത്തിന് വേണ്ടി, നിന്റെ ഭർത്താവിൻ്റെ, നിന്റെ ഭാര്യയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നിന്റെ മക്കളുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി, അവരെല്ലാവരും സ്വർഗത്തിലെത്താൻ വേണ്ടി, അവരുടെ ആത്മാക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, മകനെ, മകളെ, നിന്റെ സഹനത്തെ നീ എൻ്റെ ബലിയോട് ചേർത്ത് വെക്ക്. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ കാഴ്ചവെക്ക്. പ്രാർത്ഥനയില്ലാത്ത, കൂദാശ ജീവിതമില്ലാത്ത, പൈശാചിക ബന്ധനത്തിന് അടിമപ്പെട്ട് കഴിയുന്ന ദൈവ മക്കളുടെ വിടുതലിനും അവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി, മകനെ, മകളെ, എൻ്റെ കുരിശിനോട് ചേർന്ന് സഹിക്കാൻ നിനക്ക് കഴിയുമോ? എൻ്റെ പദ്ധതിയോട് സഹകരിക്കാൻ നിനക്ക് കഴിയുമോ എന്ന ദൈവത്തിൻ്റെ സ്നേഹമസൃണമായ ചോദ്യത്തിന് മുമ്പിൽ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഓരോ ദൈവ പൈതലും പോസിറ്റീവായി മറുപടി പറയാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയുടെ നിറവ് ലോകം മുഴുവനിലേക്കും വ്യാപരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും മൂന്നാമത്തെ ദൈവീക പദ്ധതി, അത് നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഒരു വിശുദ്ധനാകാൻ, നീ ഒരു വിശുദ്ധയാകാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ നിന്നെ വിശുദ്ധനാക്കാൻ ദൈവം എന്ത് ചെയ്യുന്നു എന്ന് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണ്ണമഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ദുരിതങ്ങളിലും ഞെരുക്കങ്ങളിലും ശാന്തത കൈവിടാതെ സ്വർണ്ണമഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ ചൂളയിലൂടെ എൻ്റെ ദൈവമായ കർത്താവ് എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി എന്നെ ശുദ്ധി ചെയ്തെടുക്കുന്നതാണെന്നുള്ള ബോധ്യമില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ആശ്രയിക്കുന്നതിൽ നിന്ന് സഹനവേളകളിൽ തടയുന്നത്. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ കർത്താവ് നിന്നെ സഹായിക്കാൻ റെഡിയാണ്. പക്ഷേ നീ കർത്താവിൽ ആശ്രയിക്കണം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 10-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ആ പരീക്ഷണങ്ങളിലൂടെ, പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീ കർത്താവിൽ ആശ്രയിച്ചാൽ അവിടുന്ന് നിനക്ക് വിജയം നൽകും. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസമെന്ന് ദൈവമായ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ, ഇനി പരീക്ഷകളിൽ തളരരുത് മക്കളെ. ദൈവത്തോട് ചേർന്ന് നിൽക്ക്, അവൻ്റെ ശക്തി സ്വീകരിക്ക്, അവനിലൂടെ വിശുദ്ധീകരിക്കപ്പെട്. ആ വിശുദ്ധിയാൽ തിളങ്ങുന്ന ദൈവമക്കളായി, അശുദ്ധിയെല്ലാം ചാരമായി
ദൈവത്തിന് മുമ്പിൽ തിളങ്ങുന്നൊരു മുത്തായി നിന്റെ ആത്മാവിനെ സമർപ്പിക്കാൻ ദൈവം സഹനങ്ങൾ അനുവദിച്ചു തരുകയാണ്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും വചനത്തിൽ ദൈവമായ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ, എന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. വിശ്വാസത്തിൽ സ്ഥിരീകരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. തന്നെ സ്നേഹിക്കുന്നവർക്ക്, സകലത്തിലും തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടമാണ് ദൈവം തരുന്നത്. ഈ കിരീടം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സഹിക്കേണ്ടത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന മക്കളെ, ദൈവം സഹനത്തിലൂടെ നമ്മളെ സ്നേഹിക്കുകയാണ്. അതിൻ്റെ പിന്നിലൊരു ദൈവിക പദ്ധതി ഈ നിമിഷങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ സഹനത്തിലൂടെ പ്രകടമാകണം. അനേകരുടെ രക്ഷയ്ക്കായി എൻ്റെ സഹനത്തെ ഞാൻ മാറ്റണം. എൻ്റെ തന്നെ വിശുദ്ധീകരണത്തിനായി, എൻ്റെ ആത്മാവിൻ്റെ തിളക്കത്തിനായി എൻ്റെ സഹനങ്ങൾ മാറണം. ഈ ആഗ്രഹത്തോടു കൂടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കണ്ണുകളടച്ച് കരങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ അത്ഭുത പദ്ധതി എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളിൽ, രോഗങ്ങളിൽ, വേദനകളിൽ, കഷ്ടതകളിൽ, ദുരിതങ്ങളിൽ എനിക്ക് കണ്ടെത്താൻ കഴിയാത്തതാണല്ലോ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണല്ലോ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. അത്യുന്നതനായ ദൈവമേ, പരമപരിശുദ്ധനായ ദൈവമേ, നിന്റെ മുമ്പിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ഒരു ബലിയായി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ വേദനകളും രോഗങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും സഹനങ്ങളും എല്ലാം, ദൗർഭാഗ്യത്തിൻ്റെ അവസ്ഥകളെല്ലാം, സങ്കടങ്ങളുടെ അവസ്ഥകളെല്ലാം തിരുമുമ്പിലേക്ക് ഉയർത്തിത്തരുന്നു. കർത്താവേ, നിന്റെ നാമമഹത്വത്തിനായി അവയെ മാറ്റണമേ. നിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ. നിന്റെ പ്രവൃത്തികൾ പ്രകടമാക്കണമേ. അനേകരുടെ മോചനദ്രവ്യമായി ഈശോ മിശിഹായുടെ ജീവൻ അർപ്പിക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ ജീവനും ഇതാ അർപ്പിക്കുന്നു നാഥ. ഒരു ബലിയായി ഞങ്ങളും സമർപ്പിക്കുന്നു നാഥ. അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഞങ്ങളുടെ സഹനങ്ങളെ സമർപ്പിക്കുന്നു നാഥ. ഞങ്ങളുടെ വിശുദ്ധീകരണം അഭിലഷിക്കുന്ന നല്ല ദൈവമേ, അഗ്നിശോധന അതിജീവിക്കുന്ന നശ്വരമായ സ്വർണ്ണത്തേക്കാൾ തിളക്കമുള്ളതായ ഒരു വിശ്വാസത്തിന്, തിളക്കമുള്ളതായ ഒരു ആത്മാ സമർപ്പണത്തിന് ഞങ്ങളുടെ ജീവിതങ്ങളെ ഉപയോഗിക്കുവാൻ നീ അനുവദിച്ചു തരുന്ന എല്ലാ സഹനങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. അവയെല്ലാം കൃപയാക്കി മാറ്റാൻ ഈശോയുടെ കുരിശിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തെ പ്രതി, സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി വേദനയോടെ ഞങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്താൻ ഇടയായാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള വലിയ അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, സ്തുതി ദൈവമേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ